അപ്പോൾ നിങ്ങൾക്കാർക്കും ഇതേതാണ് സ്ഥലം എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതാണ് ഉത്രാളിക്കാവ്. ഉത്രാളിക്കാവിൽ അമ്മയുടെ തിരുനടയിൽ ഈ പുലർകാല ദൃശ്യം ഒന്ന് പകർത്തുന്നതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് വന്നതാണ് ഞാൻ. ഉത്രാളിക്കാവ് അറിയാത്ത മലയാളികൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും കൂടുതൽ പൂരപ്രേമികൾക്കും വാദ്യപ്രേമികൾക്കുമൊക്കെ ഈ ഉത്രാളിക്കാവിനെ കുറിച്ച് അറിയാതിരിക്കില്ല. കാരണം കേരളത്തിലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും ആരാധകരുള്ളൊരു പൂരമാണ് ഈ ഉത്രാളിക്കാവ് പൂരം. ഉത്രാളിക്കാവിൻ്റെ ഈ പുലർച്ചെയുള്ള ഈ സീൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ളത്. പല പ്രാവശ്യം ഉത്രാളിക്കാവിലെ പൂരത്തിനും അല്ലാതെയും വന്ന് തൊഴാറുണ്ടെങ്കിലും ഇത്ര നേരത്തെ വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഇപ്പോഴത്തെ ഇൻസ്റ്റാ റീൽസുകളിലും യൂട്യൂബ് ഷോർട്സുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരള തനിമയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഉത്രാളിക്കാവ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുടികൊള്ളുന്ന ദേവി, അതായത് ഉത്രാളിക്കാവിലെ അമ്മ, സ്വയംഭൂ ദേവിയാണ്. വനദേവതാ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ഒരു പൂവം മരത്തിൻ്റെ ചുവട്ടിലാണ് ദേവി കുടികൊള്ളുന്നത്. സ്വയംഭൂ ആണെങ്കിൽ പോലും മേടമാസത്തിലെ അവിട്ട നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം കൊണ്ടാടുന്നത്. ഉത്രാളിക്കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇവിടുത്തെ പൂരവും വെടിക്കെട്ടും തന്നെയാണ്. പൂരത്തിനൊക്കെ വരുന്നവർക്ക് ഇവിടെ ഒന്ന് കാല് കുത്താൻ പോലുമുള്ള സ്ഥലം കിട്ടില്ല. അത്രയധികം ജനത്തിരക്കായിരിക്കും. ഇവിടുത്തെ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രത്യേകത, കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാർ മുഴുവൻ ഈ പൂരത്തിന് വരും. അതുപോലെ തന്നെയാണ് മേള പ്രമാണിമാരും. കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ പ്രമാണിമാരും ഇവിടെ എത്തും. അപ്പോൾ പൂരം എപ്പോഴാണെന്ന് അറിയണ്ടേ? കുംഭമാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പൂരം നടക്കുന്നത്. പിന്നെ തൃശ്ശൂരുകാരുടെ ഒരു ചെറിയ അഹങ്കാരം കൂടിയാണേ ഈ ഉത്രാളിക്കാവ്. ഒരുപാട് സിനിമകൾക്കും ഈ ഉത്രാളിക്കാവ് ലൊക്കേഷനായിട്ടുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടുകൾ, സേവ് ദി ഡേറ്റ്സ്, ആൽബംസ്, അങ്ങനെ ഒരുപാട്. ക്യാമറ കാണാത്തൊരൊറ്റ ദിവസം പോലും ഈ ഉത്രാളിക്കാവിൻ്റെ മുന്നിലുണ്ടാവില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ തൊട്ടു പുറകിലൂടെ പോകുന്ന റെയിൽവേ ലൈൻ, അതൊരു പ്രത്യേക അട്രാക്ഷനാണ്. അത് കാണുന്നതിന് വേണ്ടി മാത്രം നിരവധി പേരാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ്. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടാൽ പെട്ടെന്നൊന്നും പോകാനേ തോന്നില്ല. കാരണം ഇവിടുത്തെ ഭംഗിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ചുറ്റുപുറവും പാടങ്ങളായിട്ട് കിടക്കുന്ന ഈ ദേവി അന്നപൂർണേശ്വരി കൂടിയാണ് കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന നല്ല ശക്തിയുള്ള ദേവിയാണ് ഉത്രാളിക്കാവിലമ്മ. ഒറ്റപ്പാലത്ത് നിന്നും തൃശ്ശൂർക്കുള്ള യാത്രയിൽ ഏതൊരു യാത്രക്കാരൻ്റെയും ഒരു ഇഷ്ട ലൊക്കേഷനാണ് ഈ ഉത്രാളിക്കാവ്. അതുപോലെ തന്നെ ഈ വഴി കടന്നു പോകുന്ന ട്രെയിനിലെ യാത്രക്കാർക്കും ഈ ദൃശ്യങ്ങൾ കണ്ണിന് കുളിർമയേകുന്നത് തന്നെയാണ്. പച്ച വിരിച്ചു നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങൾക്ക് മുകളിലേക്ക് സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ, ശ്രീകോവിലിനുള്ളിൽ നിന്നും ശംഖുനാഥം മുഴങ്ങുമ്പോൾ, പൂജാവേളയിലെ ഈ മണിനാഥം കേൾക്കുമ്പോൾ എനിക്ക് ഈ സന്നിധിയിൽ നിന്നും മടങ്ങാനേ തോന്നുന്നില്ല. എന്നെ പിടിച്ചു നിർത്തുന്ന ഏതോ ഒരു ശക്തി ഇവിടെയുണ്ട്. അതെന്നെ മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും അത് അനുഭവിച്ചറിയാൻ കഴിയും. പക്ഷെ ഞാനിപ്പോൾ മടങ്ങുകയാണ്, വീണ്ടും ഈ മനോഹര സന്നിധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയോടെ.